ഹലോ നമസ്കാരം, സൈക്കിൾ സുരേഷാണ്. അപ്പോൾ എന്തായാലും നമ്മളുടെ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന രാസ്ത അല്ലെങ്കിൽ വഴി എന്ന് പറയുന്നത് നമ്മുടെ ബാംഗ്ലൂർ റൂട്ടാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ദിവസം ഞങ്ങൾ ബാംഗ്ലൂർ സ്റ്റേ ചെയ്തു, ഫ്രണ്ടിൻ്റെ ഒപ്പം റൂമിൽ സ്റ്റേ ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ യാത്ര തുടങ്ങുവാണ്. ഇനിയിപ്പോൾ നമുക്ക് ഹൈദരാബാദിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ NH44 നമ്മുടെ നാഷണൽ ഹൈവേ കൂടിയാണ് നമ്മളുടെ യാത്ര തുടങ്ങുന്നത്. ബാംഗ്ലൂർ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മൊത്തം ക്രൗഡാണ്, റോഡ് ഭയങ്കര മോശമാണ്. എന്തായാലും ഈ റോഡ് കഴിഞ്ഞ് കിട്ടണം, നമുക്ക് ഈ ബാംഗ്ലൂർ ടൗണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഭയങ്കര ക്രൗഡാണ്. ഇപ്പോൾ ഇതുണ്ടോ, റോഡൊക്കെ ഭയങ്കര മോശം എന്ന് വെച്ചാൽ ഭയങ്കര മോശമാണ് ഇവിടെ. അത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡാണ്. വണ്ടി കുത്തി കയറ്റി നശിപ്പിക്കുകയാണ്. എറണാകുളം ആണെങ്കിൽ അവർക്ക് കൈ നോക്കിയാനേ. എന്തായാലും ഇവിടെ നിന്ന് നമുക്കൊന്ന് ടൗണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇപ്പം ഏകദേശം 10 മണിയായിട്ടുണ്ട്. ശരിക്കും 6 മണിക്ക് ട്രാവലിംഗ് പ്ലാൻ ചെയ്താണ്, പക്ഷെ നടന്നില്ല. 10 മണി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പോകുന്ന പോക്കിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പുണ്ട്. നല്ല എന്താ പറയുക, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൂന്നാർ അടിമാലി റൂട്ടിലൊക്കെ വണ്ടി ഓടിക്കുന്ന ഒരു ഫീലാണ്. തണുപ്പുണ്ട്, എന്നാൽ വെയിലുമുണ്ട്. വെയിലടിക്കുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് തണുപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ബാംഗ്ലൂരിലത്തെ വഴികളുടെ തിരക്കുകൾ. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഗൂഗിൾ വെച്ച് നമുക്ക് ഏതൊക്കെ ഒരു റൂട്ട് കാണിച്ച് നമ്മളുടെ ടൗണിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള വഴി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ വഴി വെച്ച് പിടിക്കുവാണ്. കുറച്ചും കൂടി ഒരു 2.5 കിലോമീറ്റേഴ്സും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂർ ടൗണിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് എത്തും. പിന്നെ നേരെ നമുക്ക് ഹൈവേ ആണ്. ഹൈവേ നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് ഹൈദരാബാദിലേക്കുള്ള റൂട്ടാണ്. ഇപ്പോൾ ഏകദേശം ഒരു 500 കിലോമീറ്ററോളമാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കത് അങ്ങ് ഓടി തീർക്കാം. പെട്രോൾ പമ്പിൽ കയറി നമ്മൾ ടാങ്കൊക്കെ ഫുള്ള് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഹൈദരാബാദ് ചെന്നിട്ട് നമുക്ക് ആ ഹൈവേയിൽ കയറിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പ് ഞാനിപ്പോൾ 2ാം ദിവസമാണ്. ഞാനിപ്പോൾ നമ്മളെ ബാംഗ്ലൂർ ടു ഹൈദരാബാദ് ഒരു സൂപ്പർ കാഴ്ച തരാവുന്നതാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള ഹൈവേയിലാണ് നമ്മൾ NH44. അപ്പോൾ ഈ കാണുന്ന കാഴ്ചയാണ് ജമന്തി തോട്ടമാണ് കേട്ടോ. ജമന്തി ഉണ്ട്, തൊട്ടപ്പുറത്ത് റോസോ അങ്ങനെ എന്തോ ഉണ്ട്. ഞാനിവിടെ ഇറങ്ങാൻ പറ്റും. നമ്മളിവിടെ ഞാൻ നോക്കിയിട്ട് ആരും കാണുന്നില്ല, ചോദിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയാൽ കാണുന്നുണ്ടോ, ഇതിപ്പോൾ മൊത്തം ജമന്തി തോട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ അപ്പുറത്തെ സൈഡ് വന്നിട്ട് റോസാന്ന് തോന്നുന്നു, എനിക്കറിയില്ല, ഞാൻ നോക്കട്ടെ എന്താണെന്നുള്ള സംഭവം. അപ്പോൾ ഇത് നമ്മൾ നേരെ തൊട്ട് സൈഡിൽ നമ്മളുടെ NH ബൈപ്പാസ് റോഡാണ്. ബൈപ്പാസ് നമ്മളുടെ ബാംഗ്ലൂർ ടു ഹൈദരാബാദ് റോഡാണ്. റോസാണ് കേട്ടോ. ഇപ്പോൾ ഇപ്പുറത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, റോസാണ് കണ്ടോ, റോസാ കൃഷിയാണ് ഇത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പരന്ന് നിരന്ന് കിടക്കുന്നുണ്ട്, ഒത്തിരി ഉണ്ട് അങ്ങോട്ട്. ഇത് റോസാണ് വന്നിട്ട്. ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. ഞാനിപ്പോൾ ഈ വരുന്ന വഴി ഞാൻ കാണുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ്. പാറമട പോലെയാണ്. അതായത് നമ്മൾക്ക് അപ്പുറത്ത് 2 സൈഡായിട്ടും നമ്മൾ പോകുന്ന റൂട്ടിന് 2 സൈഡും ഫ്രണ്ടിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി മലകളും കുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില സ്ഥലങ്ങൾ ഇത് കണ്ടോ, ഇതുപോലെ നമ്മളുടെ പാറ പൊട്ടിച്ച് ഇവർ എടുത്തേക്കുവാണ്. ശരിക്കും ഇവിടെ നിന്ന് ഈ പാറയിലേക്ക് നോക്കാൻ നേരത്ത് ശരിക്കും നമ്മളെ മാർബിൾ പോലെയൊക്കെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ അതായിരിക്കാം. എന്തായാലും ഖനനം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പാറയും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് ഇവർ എടുക്കുന്നുണ്ട്. ഇപ്പോഴും അത് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇവിടുത്തെ ഇത് പാറയുടെ ഒക്കെ ഷേപ്പ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ഇവിടെ ഇപ്പോഴും അവിടെ നിന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള ഹൈവേയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ കൂടി ട്രാവൽ ചെയ്യുന്ന കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ട്. ഇപ്പോഴും തണുപ്പാണ്. നമ്മൾക്ക് വെയിൽ ചെറിയ രീതിയിലുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, തണുപ്പാണ്. ഞാൻ ഒരു കോട്ടും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല തണുപ്പ് തന്നെ ഉണ്ട്. അപ്പോൾ തന്നെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾക്കൊരു പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കാര്യം ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടിട്ടാണ്. അപ്പോൾ എൻ്റെ കൂടെ നമ്മൾ ഒരുമിച്ച് കാഴ്ചകൾ കാണുക, നമ്മൾ കാണുന്ന കാഴ്ചകൾ നിങ്ങളിലേക്കും എത്തിക്കുക, നിങ്ങളെയും കാണിക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. എന്തെങ്കിലും പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അതിപ്പോൾ നല്ല കാര്യങ്ങളായാലും അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും തിരുത്തേണ്ട കാര്യങ്ങളൊക്കെ ആയാലും നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. മാക്സിമം നമ്മളുടെ വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഹൈവേ കൂടെയുള്ള യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണ്. പിന്നെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വന്നിട്ട് പഴം കഴിച്ചു. ട്രാവൽ ചെയ്യുമ്പോൾ ലൈറ്റ് ഫുഡാണ് നല്ലത്, അതുകൊണ്ട് ലൈറ്റ് ഫുഡേ കഴിക്കുന്നുള്ളൂ. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ആണല്ലോ. അപ്പോൾ എന്തായാലും യാത്ര തുടരട്ടെ.
മൊത്തം എന്നെ ഉണ്ടാക്കല പറയണേ. പയറല്ലേ ഇത്? പയറിന് എന്തെന്ന് ഹിന്ദി പറഞ്ഞ? ആ ഇതിപ്പോ ഞങ്ങള് ആന്ധ്ര റൂട്ടിൽ ഹൈദരാബാദിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലൊരു കാഴ്ചയാണ് ഇത്. നമ്മളുടെ പയറില്ലേ, പയറാണ് സംഭവം. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതുണ്ടോ, പയറാണ് സാധനം. അപ്പൊ ഇത് ഇങ്ങനെ പുള്ളിക്കാരൻ ഈ കാളവണ്ടിയുടെ പൊക്കത്ത് നിന്നിട്ട് അത് പേറ്റണ സീനാണ്. അതായത് ഷവറും പയറും സെപ്പറേറ്റ് ചെയ്യുന്ന സീനാണ്. ഓടെ ബൈ. कैमरा फिटिंग दान के वस्तु हाँ इसके अंदर फिट करेगा वो टाई करेगा. ये तो छोटा कैमरा है. तेलुगु नहीं आएगा, वो मलयाली है. केरला हैदराबाद काश्मीर टू कन्याकुमारी केरला नाम क्या है आपका? गोविंद चौधरी. ओ ये आपका है? ओ अरी राइस. हाँ फैमिली है पूरा. हाँ हाय വീഡിയോ യൂട്യൂബ്. അപ്പോൾ എന്തായാലും നമ്മൾ കേരള ടു ഹൈദരാബാദ് പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടാണ്. ഇപ്പോൾ ബാംഗ്ലൂർ നിന്ന് ഹൈദരാബാദ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഞാൻ പേര് തോർന്നു നാരണപ്പ എന്ന് പറഞ്ഞൊരു അങ്കിളിൻ്റെ ഫാമിലിനെ പരിചയപ്പെട്ടു. അപ്പോൾ ഈ കാണുന്ന മൊത്തം പുള്ളിക്കാരൻ്റെ ഫാമിലിയാണ്. ഇത് വന്നിട്ട് ഞാൻ കാണിച്ചാണ് നിങ്ങൾക്ക്. ഇത് റൈസാണ്, ഇതിൽ മൊത്തം അരിയാണ്. അപ്പോൾ ഇവർ ഈ സൈഡിൽ വെച്ച് അരി മൊത്തം പേറ്റി ചാക്കിലാക്കി ഇവിടെ വെച്ചേക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ എന്തായാലും നൈസ് ടു മീറ്റ് യു. ഓടോ ആ. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ബൈ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മളുടെ NH44 തൊട്ട് സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഹൈദരാബാദ് എത്തുന്നതിന് ഏകദേശം ഒരു 400 കിലോമീറ്റർ ലോങ്ങിൽ കാണുന്ന സ്ഥലമാണ്. സംഭവം അടിപൊളിയാട്ടോ. ഇവിടെ നിറച്ച് അരിയാണ്. ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ട്രക്കിലേ ആണ്. അതായത് നമ്മൾ ട്രക്ക് പിടിച്ചുള്ള സംഭവമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇതുണ്ടോ, മൊത്തം അരിയാണ്. ഒരു സൈഡിൽ അരി, അപ്പുറത്തുണ്ട് പയറുമാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മനോഹരമായ കാഴ്ചകളാണ്. പേര് രാമസിതു ഉങ്ങളുടെ ഇത് എല്ലാമേ നമുക്കിവിടെ നോക്കിയാൽ കാണാം. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇഷ്ടംപോലെ ആടുകൾ. ഇതുണ്ടോ, ഇവരിത് മേയ്ക്കുവാണ് കേട്ടോ. ആട്ടും കുട്ടികളെ മേയ്ക്കുവാ. എല്ലാം കൂടെ ഓടുന്നു കേട്ടോ. ഇഷ്ടംമാതിരി ആടുണ്ട്. ഒരാടിങ്ങനെ മേയിച്ചിട്ട് പോകും. ഒരു 5-5 മണിയായിട്ടുണ്ട്. ഞാൻ ഒരു ബനിയനും കൂടി എടുത്ത് ഉള്ളിലിട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അജാതി തണുപ്പാണ്, ഒരു രക്ഷയില്ല, ഭയങ്കര തണുപ്പാണ്. പിന്നെ ഈ ഒരു കാര്യമാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഇപ്പോൾ 2-3 പ്രാവശ്യമായി നമ്മൾ ഈ ഹൈവേയിൽ വരാൻ നേരത്തെ ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ ആട്, എരുമ, പൂത്തിനൊക്കെ ഇവരിങ്ങനെ മേയിച്ചിട്ട് നടക്കും. അപ്പോൾ ഇത് ഈ ഹൈവേ കൂടി തന്നെയാണ് ഇവർ കൊണ്ടുപോകുന്നത്. ഈ സാധനം ഇടയ്ക്ക് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ വണ്ടിയുടെ വട്ടം ചാടാനൊക്കെ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ എന്തായാലും സ്ലോ റൈഡ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. ഇവിടുത്തെ വണ്ടികളെല്ലാം ഭയങ്കര സ്പീഡാണല്ലോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.